മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഒരു രക്ഷയില്ല. അനുമോളും അതുപോലെ തന്നെ നെവിനും തമ്മിൽ എന്ത് അടിപൊളി കോംബോ ആണ് ഈ അനുമോളും നെവിനും തമ്മിലുള്ള കോംബോ. ആ ഒരു ഫൈറ്റ് ആണ് കാണുമ്പോൾ നമുക്ക് ടോം ആൻഡ് ജെറി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അനുമോളും അതുപോലെ തന്നെ നെവിനും തമ്മിലുള്ള ഫൈറ്റ് കാണുമ്പോൾ എന്താ വെച്ചാൽ അക്ബറിനെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനുമോള് പറഞ്ഞു കുരുതി ഗ്യാങ് ഇനിയിപ്പോൾ ഏതാളായിരിക്കും പോകാൻ പോകുന്നത്, കുരുതി ഗ്യാങ് അവിടെ പോയി മാറി നിൽക്ക്, ഇനി അടുത്ത ആരാണപ്പോൾ കുരുതി കൊടുക്കാൻ പോകുന്നത്, ഇനി അടുത്ത ആര്യനായിരിക്കാം, അത് കഴിഞ്ഞ് ദേ വരുന്നുണ്ട് നെവിനായിരിക്കും അടുത്ത കുരുതി ഗ്യാങ്ങിൽ പോകാനായിട്ട് ചാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തമാശയുടെ ലെവലിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. എന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ അസാധു എന്ന് നിന്റെ പേരെന്നൊക്കെ പറയുന്നുണ്ട്, നാണമുണ്ടോ സ്ത്രീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ നോമിനേഷൻ നിങ്ങൾക്ക് എത്ര വോട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇത്ര നാൾ നീ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. ഒരു ടാസ്കും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ചെരുപ്പ് ഒരുമിച്ച് കണ്ടാൽ ഒരു കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറയും അനുമോള്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ്. പിന്നീട് അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായി പറയുന്നുണ്ട് ഇവർ തമ്മിൽ അങ്ങനെ പറിച്ചിട്ടുള്ളൂ, കാരണം ഇവർ തമ്മിൽ നല്ല സ്നേഹമാണ്. കാരണം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് അനുമോളായിരിക്കും, അതുകൊണ്ട് അനുമോൾ ഇവിടെ എവിറ്റ് ചെയ്ത് കളയിൽ ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ അവർ എല്ലാവരും പറയുന്നുണ്ട് അവർ തമ്മിൽ വെറുതെ കളിക്കുകയാണ്, അവർക്ക് ലാസ്റ്റ് അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് വെറുതെ തമാശ കളിക്കാൻ വേണ്ടിയിട്ട് ടോം ആൻഡ് ജെറി പോലെയാണെന്ന്. അവസാനം നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ടോം ആൻഡ് ജെറി കളിക്കുകയാണോ, നിങ്ങൾ മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ നൂറ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും സംശയമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കാരണം അവരുടെ കോമ്പോ നല്ല അടിപൊളിയാണല്ലോ, ഫണ്ണാണ്. അപ്പോൾ എല്ലാവർക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.